മന്ന വീഡിയോയിൽ ഇന്നൊരു കൂട്ടുതോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. കൂട്ടുകാരാരൊക്കെയാണെന്നറിയാവോ? ചെറുപയറും കപ്പളങ്ങായും. ചെറുപയർ സ്വല്പം നേരത്തെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് അത് മിക്സിയിൽ ഒരു വിസിലടിച്ച് എടുക്കുക. അത് വേവിക്കാൻ വെക്കുമ്പോൾ സ്വല്പം ഉപ്പും വെളുത്തുള്ളി ജീരകം ചതച്ചതും കൂടെ ഇട്ടാൽ ഒത്തിരി നല്ലതാണ്. എല്ലാ പയറുകളുടെയും കൂടെ അങ്ങനെ ഒരു മിശ്രിതം ഇടുവാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. വെളുത്തുള്ളിയും ജീരകവും ഇത് വെന്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കപ്പളങ്ങ ഇതിനകത്ത് ചേർത്താണ് തോരൻ ഉണ്ടാക്കുന്നത്. കപ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അത് മിക്സിയുടെ വലിയ ബൗളിലിട്ട് ഒന്നടിച്ചാൽ നമ്മുടെ പാകത്തിന് ഒരേപോലെ അത് ഞുറുങ്ങിക്കിട്ടും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നീട് ഇത് രണ്ടും ചേർത്ത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് മസാലകളും വേവിച്ച പയറും നമ്മൾ മിക്സ് ചെയ്തെടുത്ത അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുത്ത കപ്പളങ്ങയും തിരുമ്മി വെക്കണം. എല്ലാം ചേർത്ത് തിരുമ്മണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ടിടുക. ഇതെല്ലാം കൂടെ ഒരു മണിക്കൂർ പറ്റുമെങ്കിൽ, ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ, ഇതിനകത്തുള്ള ജലാംശം എല്ലാം അതിനകത്തുനിന്ന് തന്നെ ഇറങ്ങി അതെല്ലാം ഒന്ന് മയപ്പെട്ട് കാണും. അപ്പോൾ ഈ മയപ്പെട്ട ഇത് പിന്നെ പെട്ടെന്നുണ്ടാക്കാം. ഇതാണ് പ്രീ പ്രിപ്പറേഷനാണ് ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള പ്രീ പ്രിപ്പറേഷൻ. പിന്നീട് ചെയ്യേണ്ടത്, നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചു, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അത് ഉണ്ടാക്കുന്നത് അത് അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാറുള്ളൂ. എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ജീരകം ഇഷ്ടമാണെങ്കിൽ 2-3 തരി ഇടുന്നത് നല്ലതാണ്. തമിഴിയൻസ് എല്ലാത്തിനകത്തും ജീരകം ഇട്ട് പൊട്ടിക്കും. ഞാൻ അതിന് പകരം അരിയാണ് ഇടുന്നത്, ചാക്കരി അല്ലെങ്കിൽ പച്ചരി. അതിട്ട് പൊട്ടിക്കഴിയുമ്പോൾ പിന്നീട് കറിവേപ്പില ഇട്ടു, ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടു. ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന മിശ്രിതം ഉണ്ടല്ലോ, 1 മണിക്കൂറായി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായി. ഇത് അതിനകത്തിട്ട് അതിനാവശ്യത്തിനുള്ള ഒരു ചെറിയ ജലാംശം അതിനകത്തുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പ്രിപ്പറേഷൻ കുറച്ച് സമയം കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഈ കറി ഉണ്ടാക്കിയെടുക്കാം. തോരൻ വയ്ക്കാൻ പയറിൻ്റെ കൂടെ ചേർക്കാനുള്ള കപ്പളങ്ങ ഉണ്ടോ, ഈ വലിപ്പത്തിൽ ഞുറുക്കി കഴിഞ്ഞിട്ട് ഇത് മിക്സിയുടെ ഈ വലിയ ബൗളിലിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല പാകത്തിന് കിട്ടും. നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയില്ലേ, ഉണ്ടോ? ഒട്ടും ജലാംശം നഷ്ടപ്പെട്ടിട്ടില്ല. നല്ല പാകത്തിന് ഒരേ വലുപ്പത്തിൽ. ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു ഉപകാരമായിരിക്കും. മസാലയും വേവിച്ച പയറും കപ്പളങ്ങയും എല്ലാം തിരുമ്മി വെച്ചു. എല്ലാ മസാലയും ഇട്ടു. ഒരു മണിക്കൂറായി. ഇനി നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചു, കടുകിട്ടു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ അരി ഇട്ടു. അരിയും പൊട്ടി. പാൻ അടുപ്പിൽ വെച്ചു. പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്തേക്ക് കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ് സ്വല്പം പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി ഏതെങ്കിലും ഒരു സ്പൂൺ അരി ഇട്ടു. അരി നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് പിന്നെ നമ്മൾ ഉള്ളി, കറിവേപ്പില ചേർത്തു. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുമ്മി വെച്ചിരുന്ന മിശ്രിതം മുഴുവനായിട്ട് അതിനകത്തോട്ട് ഇട്ടു. ഇനി ഒരു 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയാൽ മതി. കാരണം തിരുമ്മി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. 2 മിനിറ്റ് കൊണ്ട് തോരൻ റെഡിയായി കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റാണ്.